കാണുന്നുണ്ട്. So we start the section 7.2. 7.2-ൽ പ്രധാനമായിട്ടും 3 ഇന്നീക്വാലിറ്റീസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. യങ്സ് ഇന്നീക്വാലിറ്റി, ഹോൾഡേഴ്സ് ഇന്നീക്വാലിറ്റി ആൻഡ് മിൻകോസ്കീസ് ഇന്നീക്വാലിറ്റി. അതിൽ യങ്സ് ഇന്നീക്വാലിറ്റി ആണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ക്യാപിറ്റൽ LPE for 1 less than or equal to p less than or equal to infinity ലീനിയർ സ്പേസസ് ആണ് എന്ന് നമ്മൾ കണ്ടു. ക്യാപിറ്റൽ LPE for 1 less than or equal to p less than or equal to infinity ലീനിയർ സ്പേസസ് ആണെന്ന് കണ്ടു. E എന്ന് പറഞ്ഞാൽ മെഷറബിൾ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. മാത്രമല്ല p ഈക്വൽ ടു 1 ആവുമ്പോഴും അതുപോലെ p ഈക്വൽ ടു ഇൻഫിനിറ്റി ആവുമ്പോഴും L1E-യിലും L∞E-യിലും നമ്മളൊരു നോം ഡിഫൈൻ ചെയ്യുകയും ചെയ്തു. അതായത് f belongs to L1E ആവുമ്പോൾ norm 1 of f was defined as integral of mod f over E. അത് നോം ആണ് എന്നൊക്കെ നമ്മൾ തെളിയിച്ചു. ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റിയും പോസിറ്റീവ് ഹോമോജിനിറ്റിയും നോൺ നെഗറ്റിവിറ്റിയും ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് തെളിയിച്ചു. അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ലായിരുന്നു. അതുപോലെ L∞E-യിൽ നമ്മളൊരു നോം ഡിഫൈൻ ചെയ്തു. f belongs to L∞E ആവുമ്പോൾ നോം f ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഇൻഫിമം ഓഫ് ഓൾ ദ എസെൻഷ്യൽ അപ്പർ ബൗണ്ട്സ് ഓഫ് f ഓൺ E ആണ്. അതിനെ നമ്മൾ എസെൻഷ്യൽ സുപ്രീമം എന്നാണ് വിളിക്കുന്നത്. അപ്പൊ നോം f ഇൻഫിനിറ്റി എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്തത് എസെൻഷ്യൽ സുപ്രീമം ഓഫ് f ഓൺ E എന്നുള്ളതായിരുന്നു. അതും നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, അതൊരു നോം ആണ് എന്നൊക്കെ തെളിയിക്കാനായിട്ട് സാധിച്ചു. ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി ഒക്കെ തെളിയിക്കാനായിട്ട് ആദ്യം നമ്മൾ പറഞ്ഞത് ഈ എസെൻഷ്യൽ സുപ്രീമം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു എസെൻഷ്യൽ അപ്പർ ബൗണ്ട് ആണ് എന്ന ഒരു കാര്യം തെളിയിച്ചു കഴിഞ്ഞപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് വളരെ എളുപ്പത്തിൽ അത് നോം ആണ് എന്നും അതിന്റെ ഫലമായിട്ട് L∞E എന്ന് പറയുന്നത് ഒരു നോംഡ് ലീനിയർ സ്പേസ് ആണ് നമുക്ക് തെളിയിച്ചു. ഇവിടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ബാക്കിയുള്ള പീകൾക്ക്, അതായത് 1 ലെസ് ദാൻ p ലെസ് ദാൻ ഇൻഫിനിറ്റി ആവുമ്പോൾ LPE-യിൽ ഒരു നോം ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴുള്ള ഉദ്ദേശം. p ഈക്വൽ ടു 1 ആവുമ്പോഴും p ഈക്വൽ ടു ഇൻഫിനിറ്റി ആവുമ്പോഴും നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള നോമുകൾ ഡിഫൈൻ ചെയ്ത് അത് നോം ആണെന്ന് തെളിയിച്ചു. ഇനി 1 ലെസ് ദാൻ p ലെസ് ദാൻ ഇൻഫിനിറ്റി ആവുമ്പോൾ p എന്ന് പറയുന്നത് ഓപ്പൺ ഇന്റർവൽ 1 ഇൻഫിനിറ്റിയിലുള്ള ഒരാളാവുമ്പോൾ നമുക്ക് എങ്ങനെ LPE-യിൽ ഒരു നോം ഡിഫൈൻ ചെയ്യാൻ കഴിയും എന്നതാണ് നമ്മൾ ഈ സെക്ഷനിൽ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യം. അതിന് വേണ്ടിയിട്ടാണ് അത് നോം ആണെന്ന് തെളിയിക്കണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഇന്നീക്വാലിറ്റികളുടെ ഒക്കെ സഹായം, ആക്ച്വലി മിൻകോസ്കിസ് ഇന്നീക്വാലിറ്റിയുടെ സഹായം ആവശ്യമുണ്ടാവും. ആ മിൻകോസ്കിസ് ഇന്നീക്വാലിറ്റി തെളിയിക്കണമെങ്കിൽ ഹോൾഡേഴ്സ് ഇന്നീക്വാലിറ്റി പ്രൂവ് ചെയ്യേണ്ടിയിരിക്കും. ഹോൾഡേഴ്സ് ഇന്നീക്വാലിറ്റി പ്രൂവ് ചെയ്യാൻ സഹായകരമായിട്ടുള്ള ഒരു ഇന്നീക്വാലിറ്റി എന്നുള്ള നിലയിലാണ് യങ്സ് ഇന്നീക്വാലിറ്റി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ 1 ലെസ് ദാൻ p ലെസ് ദാൻ ഇൻഫിനിറ്റി ആവുമ്പോൾ LPE-യിൽ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം നോം എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്ന ലീനിയർ സ്പേസിൽ ഒരു നോം ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എക്സിൽ നിന്ന് ആറിലേക്ക് ഒരു ഫംഗ്ഷൻ പറയാം. നമ്മൾ ഫംഗ്ഷണൽ എന്നൊക്കെ പറയും. ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് അത് നോം ആണെന്ന് തെളിയിക്കലാണ് നമ്മുടെ ഉദ്ദേശം. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഡെഫിനിഷൻ. ഈ ഒരു മെഷറബിൾ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണെന്ന് കരുതുക. p lies between 1 and infinity, that is 1 less than p less than infinity എന്ന് കരുതുക. we define a function f in LPE, അതായത് LPE-യിൽ നിന്ന് ആറിലേക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. നോം സഫിക്സ് p f, നമ്മൾ p ഈക്വൽ ടു 1 ആവുമ്പോൾ അവിടെ 1 സഫിക്സ് ആയിട്ട് കൊടുത്തു, p ഈക്വൽ ടു ഇൻഫിനിറ്റി ആയപ്പോൾ സഫിക്സ് ആയിട്ട് ഇൻഫിനിറ്റി കൊടുത്തു. ഡിഫൈൻ ചെയ്യുന്നത് ഇന്റഗ്രൽ ഓഫ് മോഡ് f പവർ p ഓവർ E ഓൾ റേസ്ഡ് ടു 1/p ആണ്. നമുക്ക് മനസ്സിലാവുന്നുണ്ട് p ഈക്വൽ ടു 1 ആവുമ്പോൾ നമുക്ക് L1E-യിൽ ഡിഫൈൻ ചെയ്ത അതേ നോം ആണ് കിട്ടുന്നത്. അപ്പോൾ p ഈക്വൽ ടു 1 ഇതിന്റെ ഒരു സ്പെഷ്യൽ കേസാണ്. പക്ഷെ p ഈക്വൽ ടു 1 ആവുന്ന കേസിൽ അത് നോം ആണെന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു. ബാക്കിയുള്ള കേസുകളിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് നോക്കുക. സോ നമ്മൾ ആദ്യം ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. അതിനെ നോം എന്ന് വിളിക്കണമെങ്കിൽ അത് നോമിന്റെ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം, എന്നാലേ അതിനെ നോം എന്ന് വിളിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഫംഗ്ഷൻ എന്ന് മാത്രം വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ എഫ് ബിലോങ്സ് ആൻഡ് എ ഫംഗ്ഷൻ എഫ് ഇൻ LPE എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ബിലോങ്സ് ടു LPE എന്നാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. നമ്മൾ നോം p ആണ് LPE-യിൽ നിന്ന് ആറിലേക്കുള്ള ഫംഗ്ഷൻ ആയിട്ട് ഡിഫൈൻ ചെയ്യും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ നോം p എന്നത് LPE-യിൽ നിന്ന് ആറിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ്.
അതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് എന്ന് പറയുന്ന LPEയിലെ ഒരു എലമെന്റിനെ അത് മാപ്പ് ചെയ്യുന്നത് ദാ ഇതിലേക്കാണ്. എന്താണ് നോം PF എന്നുള്ളത് അവിടെ എഴുതിയിട്ടു. ഈ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ, ഈ നോം P എന്ന് പറയുന്ന ഫംഗ്ഷൻ ആക്ച്വലി LPEയിലെ ഒരു നോം ആണ് എന്ന് തെളിയിക്കുകയാണ് നമ്മുടെ ഉദ്ദേശം. എന്ന് പറഞ്ഞാൽ അത് ട്രയാങ്കിൾ ഇനീക്വാലിറ്റി, പോസിറ്റീവ് ഹോമോജിനിറ്റി, അതുപോലെ നോൺ നെഗറ്റിവിറ്റി, ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ തെളിയിക്കാൻ ആഗ്രഹിക്കുന്നത്. അതാണ് വി വിൽ ഷോ ദാറ്റ് ദ ഫങ്ഷണൽ നോം P ഇസ് എ നോം ഓൺ LPE. പോസിറ്റീവ് ഹോമോജിനിറ്റി ക്ലിയർ ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇൻഡീഡ് പോസിറ്റീവ് ഹോമോജിനിറ്റി ഈസ് ക്ലിയർ. എന്തുകൊണ്ടാണ് ക്ലിയർ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എളുപ്പമാണ് എങ്കിലും, അതായത് പോസിറ്റീവ് ഹോമോജിനിറ്റി എടുക്കാനായിട്ട് നമ്മൾ ആൽഫ എഫിന്റെ നോം ഡെഫിനിഷൻ പ്രകാരം ഇത് ഇന്റഗ്രൽ ഓവർ ഇ മോഡ് ആൽഫ എഫ് പവർ പി ഓൾ റേസ് ടു 1/p. എഫിന്റെ പി നോം എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് മോഡ് എഫ് പവർ പി ഓവർ ഇ ഓൾ റേസ് ടു 1/p ആണ്. ഇവിടെ ആൽഫ എഫ് ആണ്, അതുകൊണ്ട് ഇങ്ങനെ എഴുതും. ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ ഇ മോഡ് ആൽഫ എഫ് പവർ പി യെ നമുക്ക് മോഡ് ആൽഫ പവർ പി ടു മോഡ് എഫ് പവർ പി എന്ന് എഴുതാം, ഓൾ റേസ് ടു 1/p. ദിസ് ഈസ് ഈക്വൽ ടു ഈ ഇന്റഗ്രേഷന് ലെബേഗ് ഇന്റഗ്രേഷൻ ആണ്, അതിന് ലീനിയാരിറ്റി ഉണ്ട്. മോഡ് ആൽഫ പവർ പി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. സോ നമുക്കതിനെ മോഡ് ആൽഫ പവർ പി ഇൻറ്റു ഇന്റഗ്രൽ ഓവർ ഇ മോഡ് എഫ് പവർ പി ഹോൾ റേസ് ടു 1/p. ഇവിടെ മോഡ് ആൽഫ പവർ പി ഹോൾ റേസ് ടു 1/p എന്ന് പറഞ്ഞാൽ മോഡ് ആൽഫ ഇതിങ്ങനെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇൻറ്റു ഇന്റഗ്രൽ ഓവർ ഇ മോഡ് എഫ് പവർ പി ഹോൾ റേസ് ടു 1/p. അതായത് മോഡ് ആൽഫ ഇന്റഗ്രൽ ഓവർ ഇ മോഡ് എഫ് പവർ പി ഹോൾ റേസ് ടു 1/p ആണ് നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം നോം പി ഓഫ് എഫ്. അപ്പൊ നോം ഓഫ് ആൽഫ എഫ്, ഈ നോം പി ഓഫ് ആൽഫ എഫ് ഈസ് ഈക്വൽ ടു മോഡ് ആൽഫ ഇൻറ്റു നോം പി ഓഫ് എഫ്. അതാണ് പോസിറ്റീവ് ഹോമോജിനിറ്റി വളരെ ക്ലിയർ ആണ് എന്ന് പറയുന്നത്. ഇനി പറയുന്ന അക്കോർഡിംഗ് ടു പ്രൊപ്പോസിഷൻ 9 ഓഫ് ചാപ്റ്റർ 4 നോം പി എഫ് ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് വാനിഷസ് ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ഇ. Therefore equivalence class F is the zero element of the linear space L1E എന്നല്ല, ഇത് LPE എന്നാണ് അത് വേണ്ടത്. LPE contained in F equivalent, that is F equal to 0. അവ പറഞ്ഞ കാര്യം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ആക്ച്വലി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോൺ നെഗറ്റിവിറ്റി ഒക്കെ വളരെ ഒബ്വിയസ് ആണ്, വളരെ പെട്ടെന്ന് കിട്ടും. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത റിസൾട്ടുകളുടെ പ്രൊപ്പോസിഷൻ 9 പ്രകാരമൊക്കെ അത് കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ എന്താണ് ആക്ച്വലി നോൺ നെഗറ്റിവിറ്റി പറയുന്നത്? ആദ്യം പറയുന്നത് നോം പി ഓഫ് എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവണം. ആണോ? നോം പി ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് മോഡ് എഫ് പവർ പി ഹോൾ റേസ് ടു 1/p ആണല്ലോ. നോക്കൂ, ഈ മോഡ് എഫ് എന്ന് പറയുന്നത് ഒരു നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ ആണ്, അതുകൊണ്ട് മോഡ് എഫ് പവർ പി അങ്ങനെ തന്നെയായിരിക്കും. അപ്പൊ അതിന്റെ ലെബേഗ് ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ആ കിട്ടുന്ന വാല്യൂവിന്റെ പീത്ത് റൂട്ട് ആണ്, that is also greater than or equal to 0. അപ്പോ നമുക്ക് ആ ഭാഗം തീർച്ചയായിട്ടും. ഇനി നോൺ നെഗറ്റിവിറ്റിയിൽ ഒരു കാര്യം കൂടി ഉണ്ട്, നോം പി ഓഫ് എഫ് ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ്. ഡെഫിനിഷൻ പ്രകാരം എന്താണ്? ഇന്റഗ്രൽ ഓഫ് മോഡ് എഫ് പവർ പി ഹോൾ റേസ് ടു 1/p ഈക്വൽ ടു 0. And that happens if and only if integral of mod f power p over e is equal to 0. Mod f power p എന്ന് പറയുന്ന ഒരു നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇന്റഗ്രൽ ഓഫ് മോഡ് എഫ് പവർ പി ഓവർ ഇ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതാണ് പ്രൊപ്പോസിഷൻ 9 ഓഫ് ചാപ്റ്റർ 4. എന്താ ഇതിന്റെ ക്യാരക്ടറൈസേഷൻ? ഇന്റഗ്രൽ ഓഫ് മോഡ് എഫ് പവർ പി ഓവർ ഇ ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്താ കിട്ടുക? എപ്പോഴാ ഒരു നോൺ നെഗറ്റീവ് ഫംഗ്ഷന്റെ ഒരു നോൺ നെഗറ്റീവ്
മെഷറബിൾ ഫംഗ്ഷന്റെ ഇന്റഗ്രൽ ഓവർ ഇ ഈക്വൽ ടു 0 ആയി എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷനെ കുറിച്ച് നമുക്ക് എന്താ പറയാൻ കഴിയുക? f equal to 0 almost everywhere. എക്സാക്ട്ലി. അപ്പൊ ഇവിടെ മോഡ് എഫ് പവർ പി ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? മോഡ് എഫ് പവർ പി ഈക്വൽ ടു 0 ഓൾമോസ്റ്റ് എവ്രിവെയർ ഓൺ ഇ. ഇതാണ് ഈ ഇവിടെ ഈ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന പ്രപ്പോസിഷൻ 9 ഓഫ് ചാപ്റ്റർ 4 എന്ന് പറയുന്നത് അതാണ്. പറയുന്നത് നോം പി എഫ് ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ്, നോം പി എഫ് ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ്. ഇത്രയും വരെ ആയിട്ടുള്ളൂ നമുക്ക്. മോഡ് എഫ് പവർ പി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാലോ അതിന്റെ അർത്ഥം എന്താ? മോഡ് എഫ് ഈക്വൽ ടു 0 ഓൾമോസ്റ്റ് എവ്രിവെയർ ഓൺ ഇ എന്നാണ്. മോഡ് എഫ് ഈക്വൽ ടു 0 ഓൾമോസ്റ്റ് എവ്രിവെയർ ഓൺ ഇ എന്ന് പറഞ്ഞാലോ എഫ് ഈക്വൽ ടു 0 ഓൾമോസ്റ്റ് എവ്രിവെയർ ഓൺ ഇ എന്നാണ്. അതാണ് ആ സെന്റൻസ്. ആ സെന്റൻസിന്റെ വിശദീകരണം നമ്മൾ ഇവിടെ എഴുതിയത്. അക്കോർഡിംഗ് ടു പ്രപ്പോസിഷൻ 9 ഓഫ് ചാപ്റ്റർ 4, നോം പി എഫ് ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് വാനിഷസ് ഓൾമോസ്റ്റ് എവ്രിവെയർ ഓൺ ഇ. എഫ് വാനിഷസ് ഓൾമോസ്റ്റ് എവ്രിവെയർ ഓൺ ഇ എന്ന് പറയുന്നതാണ്. നോക്കൂ, എഫ് ഈക്വൽ ടു നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? നോൺ നെഗറ്റിവിറ്റിയില് നോമിന്റെ കണ്ടീഷനിൽ നമ്മൾ എന്താ പറയുന്നത്? നോം എഫ് ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് കിട്ടേണ്ടത്. പക്ഷെ നമുക്ക് ഇവിടെ എന്താ കിട്ടിയത്? എഫ് ഈക്വൽ ടു 0 ഓൾമോസ്റ്റ് എവ്രിവെയർ ഓൺ ഇ എന്നാണ്. L1യിലും L∞ ഒക്കെ ഇതുപോലെ സംഭവിച്ചാണ്. നമുക്കറിയാം നമ്മൾ ആക്ച്വലി ഇവിടെ എല്ലാം ഈക്വലൻസ് ക്ലാസ് എഫ് എന്നൊക്കെയാണ് എഴുതേണ്ടിയിരുന്നത്. അപ്പൊ എഫ് ഈക്വൽ ടു 0 ഓൾമോസ്റ്റ് എവ്രിവെയർ ഓൺ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇതിന്റെ മീനിങ് ഈക്വലൻസ് ക്ലാസ് ഓഫ് എഫ് ഈക്വൽ ടു ഈക്വലൻസ് ക്ലാസ് ഓഫ് 0 ഓൺ LPE എന്നാണ്. അതായത് എഫ് ഈക്വൽ ടു 0 നമ്മൾ ഈക്വലൻസ് ക്ലാസ് എഫിനെ എഫ് എന്ന് മാത്രമേ നമ്മൾ എഴുതുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈക്വലൻസ് ക്ലാസ് 0യെ നമ്മൾ 0 എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. എഫ് ഈക്വൽ ടു 0. അതാണ് ഇവിടെ അവസാനം കൊടുത്തേക്കുന്ന സെന്റൻസ്. ഈക്വലൻസ് ക്ലാസ് എഫ് ഈസ് ദ 0 എലമെന്റ് ഓഫ് ദ ലീനിയർ സ്പേസ് LPE. നമ്മൾ നോമിന്റെ ആ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലീനിയർ സ്പേസിലാണല്ലോ നമ്മൾ ഒരു നോം ഡിഫൈൻ ചെയ്യുന്നത്. ആ ലീനിയർ സ്പേസിലെ 0 എലമെന്റ്, അതായത് അഡിറ്റീവ് ഐഡന്റിറ്റി, ആ 0 എലമെന്റിന്റെ നോം 0 ആയിരിക്കണം. മാത്രമല്ല ആ 0 എലമെന്റിന്റെ നോം മാത്രമേ 0 ആയിട്ടുള്ളത് ഉണ്ടാവുള്ളൂ. അതായത് ഏതെങ്കിലും ഒരു എലമെന്റിന്റെ നോം 0 ആവും എന്ന് പറഞ്ഞാൽ അർത്ഥം ആ എലമെന്റ് ആ ലീനിയർ സ്പേസിലെ 0 എലമെന്റ് ആണ് എന്നുള്ളത്. അതായത് നോം എഫ് ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഈക്വൽ ടു 0 എന്നുള്ളതാണ് അർത്ഥമാകും. അതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്തത്. ആക്ച്വലി ഈ LPEയുടെ കാര്യത്തിലും ഫോർ 1 ലെസ് ദാൻ പി ലെസ് ദാൻ ഇൻഫിനിറ്റി, LPEയുടെ കാര്യത്തിലും പോസിറ്റീവ് ഹോമോജിനിറ്റി പ്രൂവ് ചെയ്യാനും അതുപോലെ നോൺ നെഗറ്റിവിറ്റി പ്രൂവ് ചെയ്യാനും വിഷമമൊന്നുമില്ല. നമ്മൾ L1യിലും L∞ ഒക്കെ കണ്ട പോലെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ട്രയാങ്കിൾ ഇൻഈക്വാലിറ്റി പ്രൂവ് ചെയ്യണം. അതായത് ട്രയാങ്കിൾ ഇൻഈക്വാലിറ്റി പ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നോം പി ഓഫ് എഫ് പ്ലസ് ജി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം പി ഓഫ് എഫ് പ്ലസ് നോം പി ഓഫ് ജി ഫോർ ഓൾ എഫ് കോമ ജി ഇൻ LPE എന്ന് പ്രൂവ് ചെയ്യും. പക്ഷെ ഇത് അത്ര L1യിലും L∞ ചെയ്ത പോലെ അത്ര എളുപ്പത്തിൽ നമുക്കത് ചെയ്യാൻ കഴിയില്ല. ദിസ് ഇൻഈക്വാലിറ്റി ഈസ് നോട്ട് ഒബ്വിയസ്. ഈ ഇൻഈക്വാലിറ്റിയെ പറയുന്ന പേരാണ് മിൻകോസ്കീസ് ഇൻഈക്വാലിറ്റി. അതായത് 1 ലെസ് ദാൻ പി ലെസ് ദാൻ ഇൻഫിനിറ്റി ആവുന്ന കേസിൽ ട്രയാങ്കിൾ ഇൻഈക്വാലിറ്റിയെ പറയുന്ന പേരാണ് മിൻകോസ്കീസ് ഇൻഈക്വാലിറ്റി. അപ്പൊ നമ്മുടെ ഉദ്ദേശം ഈ ട്രയാങ്കിൾ ഇൻഈക്വാലിറ്റി പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് മിൻകോസ്കീസ് ഇൻഈക്വാലിറ്റി പ്രൂവ് ചെയ്യുക. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം നമ്മൾ യങ്സ് ഇൻഈക്വാലിറ്റി പ്രൂവ് ചെയ്യും, പിന്നീട് യങ്സ് ഇൻഈക്വാലിറ്റി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹോൾഡേഴ്സ് ഇൻഈക്വാലിറ്റി പ്രൂവ് ചെയ്യും, പിന്നെ ഹോൾഡേഴ്സ് ഇൻഈക്വാലിറ്റി ഉപയോഗിച്ചിട്ട് മിൻകോസ്കീസ് ഇൻഈക്വാലിറ്റി പ്രൂവ് ചെയ്യും. അപ്പൊ ഇതിന്റെ ഒക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് ക്യാപിറ്റൽ LPEയിൽ നമ്മൾ ഇപ്പോൾ ഡിഫൈൻ ചെയ്ത നോം പി എന്ന് പറയുന്ന ഫംഗ്ഷണൽ ആക്ച്വലി ഒരു നോം ആണ് എന്ന് തെളിയിക്കുകയാണ് ഇതിന്റെ എല്ലാം ഉദ്ദേശം. ഓക്കെ, അപ്പോ അതിന്റെ ഒരു അതിൽ വേണ്ട ചില കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ 1 ലെസ് ദാൻ പി ലെസ് ദാൻ ഇൻഫിനിറ്റി ആണെങ്കിൽ ആ പിയുടെ കോൺജുഗേറ്റ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ദ നമ്പർ p divided by p minus 1. Or in other words, it is the unique number q belongs to 1 infinity. അതായത് 1 less than q less than infinity for which 1 by p plus 1 by q equal to 1. 1 by p plus 1 by q equal to 1 ആവുമ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് q equal to p divided by p minus 1. അപ്പോ p 1 less than p less than infinity ആണെന്ന് വിചാരിക്കുക. q എന്ന് പറയുന്ന
നമ്പറിനെ, അതായത് 1 ലെസ് ദാൻ ക്യൂ ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിട്ടുള്ള ക്യൂ എന്ന് പറയുന്ന നമ്പറിനെ പിയുടെ കോൺജുഗേറ്റ് ആണ് എന്ന് വിളിക്കണമെങ്കിൽ 1/p + 1/q = 1. അപ്പൊ ആ ക്യൂ കണ്ടുപിടിക്കാൻ p / p - 1 എടുത്താൽ മതി. ആൻഡ് വി ഡിഫൈൻ 1ന്റെ കോൺജുഗേറ്റ് ഇൻഫിനിറ്റി ആയിട്ടും ഇൻഫിനിറ്റിയുടെ കോൺജുഗേറ്റ് 1 ആയിട്ടും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ഇവിടെ 1 ലെസ് ദാൻ p ലെസ് ദാൻ ഇൻഫിനിറ്റി ആവുമ്പോഴേ കോൺജുഗേറ്റ് ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. 1ന്റെ കോൺജുഗേറ്റ് ആയിട്ട് ഇൻഫിനിറ്റിയും ഇൻഫിനിറ്റിയുടെ കോൺജുഗേറ്റ് ആയിട്ട് 1ഉം നമ്മൾ ഡിഫൈൻ ചെയ്യും. അതാണ് കോൺജുഗേറ്റ് ഓഫ് എ നമ്പർ എന്നുള്ള ആശയം. അപ്പോൾ p = 2 ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ we have to find q such that 1/p + 1/q = 1 or 1/2 + 1/q = 1. അല്ലെങ്കിൽ നേരിട്ട് ഈ ഫോർമുല ഉപയോഗിച്ചാൽ മതി. p = 2 ആവുമ്പോൾ q എന്ന് പറയുന്നതും 2 / 2 - 1, അതായത് 2 ആയിരിക്കും. ഇനി അഥവാ p എന്ന് പറയുന്നത് 3/2 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ q എന്ന് പറയുന്നത് 3/2 / 3/2 - 1, അതായത് 3/2 / 1/2, അതായത് 3. അപ്പൊ p = 3/2 ആണെങ്കിൽ q = 3 ആയിരിക്കും. സ്വാഭാവികമായിട്ട് p = 3 ആണെങ്കിൽ q = 3/2 ആയിരിക്കും. p യുടെ കോൺജുഗേറ്റ് q എന്ന് പറയണമെങ്കിൽ 1/p + 1/q 1 ആവണം. അപ്പൊ q-ന്റെ കോൺജുഗേറ്റ് p എന്ന് പറയണമെങ്കിൽ 1/q + 1/p 1 ആവണം. അപ്പൊ 3/2ന്റെ കോൺജുഗേറ്റ് ആണ് 3 എങ്കിൽ 3യുടെ കോൺജുഗേറ്റ് 3/2 ആയിരിക്കും. അതുപോലെ 4ന്റെ കോൺജുഗേറ്റ് p = 4 എന്ന് കൊടുത്താൽ 4/3 ആണ് 4ന്റെ കോൺജുഗേറ്റ് എന്ന് കാണാം. ചില നമ്പറുകൾ നോക്കൂ, ഇങ്ങനെ p എന്ന് പറയുന്നത് റാഷണലോ ഇറാഷണലോ എന്ത് വേണമെങ്കിലും ആവാട്ടോ. ചിലത് വരുന്ന 1-2 ഞാൻ എഴുതി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 1 ലെസ് ദാൻ p ലെസ് ദാൻ ഇൻഫിനിറ്റി അത്ര മാത്രമേ ഉള്ളൂ. അത് റാഷണൽ ആവാം, ഇറാഷണൽ ആവാം, ഇന്റീജർ ആയാലും എന്തായാലും ഒരു പ്രശ്നം. ഓക്കെ, അതാണ് കോൺജുഗേറ്റ് എന്നുള്ള കാര്യം. സോ ഫസ്റ്റ് വി പ്രൂവ് യങ്സ് ഇൻഇക്വാലിറ്റി. നമ്മുടെ ഉദ്ദേശം മിൻകോസ്കിസ് ഇൻഇക്വാലിറ്റി പ്രൂവ് ചെയ്യലാണ്. മിൻകോസ്കിസ് ഇൻഇക്വാലിറ്റി പ്രൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ക്യാപിറ്റൽ LPE നമ്മൾ ഡിഫൈൻ ചെയ്ത നോം p എന്ന് പറയുന്ന ഫംഗ്ഷനിൽ നോം ആവുക. നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇതാണ്. അതിന്റെ ആദ്യ ഒരു പടി എന്നോണം നമ്മൾ യങ്സ് ഇൻഇക്വാലിറ്റി പ്രൂവ് ചെയ്യാം. എന്താണ് യങ്സ് ഇൻഇക്വാലിറ്റി? 1 ലെസ് ദാൻ p ലെസ് ദാൻ ഇൻഫിനിറ്റി ആണെന്ന് കരുതുക. q എന്ന് പറയുന്നത് p യുടെ കോൺജുഗേറ്റ് ആണെന്ന് കരുതുക. അതായത് 1/p + 1/q = 1 ആണ്. അല്ലെങ്കിൽ q എന്ന് പറയുന്നത് p / p - 1 ആണ്. എങ്ങനെ മനസ്സിലാക്കിയാലും അതിന് പ്രശ്നമില്ല. എയും ബിയും രണ്ട് പോസിറ്റീവ് നമ്പറുകളാണെന്ന് കരുതുക. പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് എയും ബിയും രണ്ട് പോസിറ്റീവ് നമ്പറുകൾ. അങ്ങനെയാണെങ്കിൽ ab is less than or equal to a⁻p / p plus b⁻q / q. ഇതിനെയാണ് നമ്മൾ യങ്സ് ഇൻഇക്വാലിറ്റി എന്ന് വിശേഷിപ്പിക്കുന്നത്. നമുക്ക് അതിന്റെ പ്രൂഫ് പരിശോധിക്കാം. പ്രൂഫ് ബുദ്ധിമുട്ടൊന്നുമില്ല. ബേസിക് കാൽക്കുലസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള പ്രൂഫാണ്. നമുക്ക് അതിൽ ആദ്യം പറയുന്ന കാര്യം ഇതാണ്. ദ ഫംഗ്ഷൻ g defined by g of x equal to this or x greater than 0 has a positive derivative on 1 infinity, negative derivative on 0 1, and takes the value 0 at x equal to 1. The function g therefore is non-negative on 0 infinity. That is, this happens. നമുക്ക് ഓരോന്നോരോന്ന് പരിശോധിക്കാം. എല്ലാം ഒറ്റയടിക്ക് പറഞ്ഞു മാത്രമേ ഉള്ളൂ. അത് ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കാം. അതായത് g എന്ന് പറയുന്നത് ഓപ്പൺ ഇന്റർവൽ 0 ഇൻഫിനിറ്റിയിൽ നിന്ന് ആറിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആവുമ്പോഴാണ് g എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഇവിടെ തന്നിട്ടുണ്ട് g of x equal to x⁻p divided by p. 1/p into x⁻p എന്ന് പറഞ്ഞാൽ x⁻p divided by p plus 1/q minus x. അപ്പോൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സിന് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് g of x. ഇനി അവർ പറയുന്നത് അതിന്റെ ഡെറിവേറ്റീവിനെ കുറിച്ചാണ്. 1 ഇൻഫിനിറ്റിയിൽ അതിന് പോസിറ്റീവ് ഡെറിവേറ്റീവും 0 1ൽ നെഗറ്റീവ് ഡെറിവേറ്റീവും ആൻഡ് ഫംഗ്ഷന്റെ വാല്യൂ അല്ലെങ്കിൽ ഡെറിവേറ്റീവിന്റെയും ഫംഗ്ഷന്റെയും ഒക്കെ വാല്യൂ ആക്ച്വലി 0 ആണ് x equal to 1ൽ എന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ഫംഗ്ഷന്റെ വാല്യൂ എന്നാണ് അവർ പറയുന്നത്. നമുക്ക് നോക്കാം ഇതിന്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് അറിയണം. സാധാരണ കാൽക്കുലസ് ആണല്ലോ. ഡെറിവേറ്റീവ് കാണുക, x⁻p യുടെ ഡെറിവേറ്റീവ് p into x⁻p - 1, p ക്യാൻസൽ ചെയ്ത് പോകും. x⁻p - 1 വരും. 1/q ന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് g'(x). g'(x) 0 ആവുന്നത് എപ്പോഴാണ് എന്ന് പരിശോധിക്കുക. അതായത് ക്രിട്ടിക്കൽ പോയിന്റ് ഏതാണെന്നാണ് നോക്കുന്നത്. g'(x) 0 ആവാന്ന് പറഞ്ഞാൽ x⁻p - 1 -1 0 ആവാന്നാണ് അർത്ഥം. അതായത് x⁻p - 1 1 ആവാന്നാണ്. p എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പൊ p - 1 ഒരിക്കലും 0 ഒന്നും ആവില്ല. അപ്പൊ അതുകൊണ്ട് x⁻p - 1 1 ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം x equal to 1 ആണ്. അതായത് x equal to 1 എന്ന് പറയുന്നത് g യുടെ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ് എന്ന് കിട്ടും.
ഇനി ഇവിടെ പറയുന്ന കാര്യം ഈ 1 ഇൻഫിനിറ്റിയിൽ അതിന് പോസിറ്റീവ് ഡെറിവേറ്റീവ് ആണെന്ന് നോക്കാം നമുക്ക്. എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണ് എന്ന് കരുതുക. എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എക്സിന്റെ ഏത് പോസിറ്റീവ് പവർ എടുത്തു കഴിഞ്ഞാലും 1 വലിയ നമ്പറുകളാണെങ്കിൽ 1 വലിയ നമ്പറുകളുടെ ഏത് പോസിറ്റീവ് പവറും നമുക്ക് തീർച്ചയായിട്ടും 1 വലുതായിട്ടാണ് കിട്ടുക. അപ്പൊ അതുകൊണ്ട് ഇവിടെ പി ഗ്രേറ്റർ ദാൻ 1 ആണല്ലോ, അപ്പൊ പി മൈനസ് 1 ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ എക്സിന്റെ പോസിറ്റീവ് പവർ ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് എക്സ് പവർ പി മൈനസ് 1 ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അതായത് എക്സ് പവർ പി മൈനസ് 1 ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അതായത് ജി ഡാഷ് എക്സ് കിട്ടിയിട്ടുണ്ടല്ലോ, ജി ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഹാസ് എ പോസിറ്റീവ് ഡെറിവേറ്റീവ് ഓൺ 1 ഇൻഫിനിറ്റി. ഇനി അതുപോലെ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ആവുമ്പോഴോ നമുക്ക് എന്ത് കിട്ടും? എക്സ് പവർ പി മൈനസ് 1 ലെസ് ദാൻ 1 ആണ്. 0ക്കും 1നും ഇടയിലുള്ള നമ്പറുകളുടെ പോസിറ്റീവ് പവറുകൾ എടുത്തു കഴിഞ്ഞാൽ അത് 1 ചെറുതായിട്ട് തന്നെയാണ് നിൽക്കുക. അപ്പൊ അതുകൊണ്ട് എക്സ് പവർ പി മൈനസ് 1 ലെസ് ദാൻ 1 ആണ്. അതായത് എക്സ് പവർ പി മൈനസ് 1 ലെസ് ദാൻ 0 ആണ്. അതായത് ജി ഡാഷ് എക്സ് ലെസ് ദാൻ 0 ആണ്. മാത്രമല്ല അപ്പൊ ഈ ജി ഡാഷ് ഓഫ് എക്സ് 1 ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഇന്റർവെല്ലില് പോസിറ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ അർത്ഥം 1 ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഇന്റർവെല്ലില് ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ് എന്നാണ്. അപ്പൊ 1 ഇൻഫിനിറ്റിയില് ജി ഓഫ് എക്സ് ഇൻക്രീസിങ്ങും 0 ജി ഓഫ് എക്സ് ഡിക്രീസിങ്ങും ആണ് എന്ന് കിട്ടും. മാത്രമല്ല 1 ജിയുടെ വാല്യൂ 0 ആണ് എന്നും കിട്ടും. ജി ഡാഷ് 1 0 ആണല്ലോ. അപ്പോ ഈ എന്താ പറയാ 1ന്റെ ലെഫ്റ്റ് സൈഡിൽ ഡിക്രീസിങ്ങും റൈറ്റ് സൈഡിൽ ഇൻക്രീസിങ്ങും ആയതുകൊണ്ട് ഈ 1 അതിന്റെ മിനിമം വാല്യൂ വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുക? ഈ ഇന്റർവെല്ലില് ഫംഗ്ഷൻ, അതായത് 0-1 എന്ന് പറയുന്ന ഇന്റർവെല്ലില്, ഓപ്പൺ ഇന്റർവെല്ലില് ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യുന്നു. 1 ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഇന്റർവെല്ലില് ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. ഇവിടെ 0 ആണ് താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഫ്ലി ഇതിന്റെ ഷേപ്പ് ഇങ്ങനെയാണ് വരിക. ഇങ്ങനെ ആവണമെന്നൊന്നുമില്ല, അത് അതിന്റെ കോൺകേവിറ്റിയെയും കൂടി ഡിപ്പെൻഡ് ചെയ്യും. സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടാലാണ് ഇങ്ങനെ മുകളിലേക്ക് പോകുമോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എനിവേ അത് ഈ എക്സ് ആക്സിസിന് മുകളിലായിരിക്കും അതിന്റെ സ്ഥാനം എന്നുള്ളത് നമുക്ക് ബോധ്യം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ജി ഓഫ് എക്സ് എല്ലായ്പ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് എന്ന് കാണാം. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ദ ഫംഗ്ഷൻ ജി therefore is നോൺ നെഗറ്റീവ് ഓൺ 0 ഇൻഫിനിറ്റി. ജി ഓഫ് എക്സ് എല്ലായ്പ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് ഫോർ എവറി എക്സ് ബിലോങ്സ് ടു ജി. Is that okay till that particular point? Okay, sir. ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ജി ഓഫ് എക്സ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ എവരി എക്സ് ബിലോങ്സ് ടു 0 ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എക്സ് പവർ പി ഡിവൈഡഡ് ബൈ പി പ്ലസ് 1/q മൈനസ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ എവരി എക്സ് ബിലോങ്സ് ടു എക്സ് ഗ്രേറ്റർ ദാൻ 0. അത്രേ ഉള്ളൂ. അതായത് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് പവർ പി ഡിവൈഡഡ് ബൈ പി പ്ലസ് 1/q ഫോർ എവരി എക്സ് ഗ്രേറ്റർ ദാൻ 0. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ് എങ്കിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് പവർ പി ഡിവൈഡഡ് ബൈ പി പ്ലസ് 1/q ആണ്. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/p ഇൻറ്റു എക്സ് പവർ പി പ്ലസ് 1/q ഈസ് എക്സ് ലെസ്. ഒരു ഒറ്റ ലൈനിൽ 2 ലൈൻസിൽ എഴുതിയ കാര്യം നമ്മളൊന്ന് വിശദീകരിച്ച് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വളരെ ഒബ്വിയസ് ആണ് അവർ എഴുതിയേക്കുന്നത്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ പോസിറ്റീവ് എക്സുകൾക്കെല്ലാം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് പവർ പി ബൈ പി പ്ലസ് 1/q ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എ ബൈ ബി പവർ ക്യൂ മൈനസ് 1 എന്ന വാല്യൂ എടുക്കുന്നു. എ ബൈ ബി പവർ ക്യൂ മൈനസ് 1. നോക്കൂ, എ ബൈ ബി പവർ ക്യൂ മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പോസിറ്റീവ് വാല്യൂ ആണ്. എ പോസിറ്റീവ് ആണ്, ബി പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ബി പവർ ക്യൂ മൈനസ് 1 ക്യൂ ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിലും ബി പവർ ക്യൂ മൈനസ് 1 പോസിറ്റീവ്. അപ്പോ ഈ എക്സ്പ്രഷനിൽ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് പവർ പി ബൈ പി പ്ലസ് 1/q എന്നാണല്ലോ ഇപ്പൊ കിട്ടിയേക്കുന്നത്. അതിനകത്ത് എക്സിന് പകരം എ ബൈ ബി പവർ ക്യൂ മൈനസ് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് അതായത് കിട്ടുന്നത്. എ ബൈ ബി പവർ ക്യൂ മൈനസ് 1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/p ഇൻറ്റു എക്സിന് പകരം എ ബൈ ബി പവർ ക്യൂ മൈനസ് 1 the whole raised to p plus 1/q. So you just substitute x equal to a by b power q minus 1 in this expression. Remember, a by b power q minus 1 is greater than 0.
അതിനെ സിംപ്ലിഫൈ ചെയ്യുക. അപ്പൊ ഇത് എ പവർ പി ഡിവൈഡഡ് ബൈ പി ഇൻറ്റു പി പവർ ക്യൂ മൈനസ് വൺ ഇൻറ്റു പി പ്ലസ് വൺ ബൈ ക്യൂ. പക്ഷെ നമുക്കറിയാം പി ഇൻറ്റു ക്യൂ മൈനസ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്യൂ ആണ്. നമ്മളിവിടെ ഓൾറെഡി കണ്ടിട്ടുണ്ട്. പി ഇവിടെ പി മൈനസ് വൺ ഇൻറ്റു ക്യൂ എന്ന് പറഞ്ഞാൽ പി ആണ്. അതുപോലെ നമുക്ക് എന്ത് തെളിയിക്കാൻ പറ്റും? പി ഇൻറ്റു ക്യൂ മൈനസ് വൺ എന്ന് പറയുന്നത് ക്യൂ ആണ് എന്ന് തെളിയിക്കാൻ പറ്റും. ക്യൂ മൈനസ് വൺ എന്ന് പറയുന്നത് ക്യൂ ആണ്. അതായത് Q equal to P divided by P minus 1 ആവുന്ന പോലെ P equal to Q divided by Q minus 1 ആയിരിക്കും. അതുകൊണ്ട് P into Q minus 1 എന്ന് പറയുന്നത് Q ആയിരിക്കും. എനിവേ അതാണ് അവിടെ സൈഡിൽ ഒരു കാരണം എഴുതിയിട്ടുണ്ട്. P into Q minus 1 എന്ന് പറയുന്നത് Q ആണ്. അപ്പൊ അതുകൊണ്ട് ഈ P into Q minus 1 പകരം ഇവിടെ B പവർ Q minus 1 into P ക്ക് പകരം B പവർ Q. വേറെ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് ത്രൂ ഔട്ട് B പവർ Q കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ബി പവർ ക്യൂ ആണ്, ഇവിടെ ബി പവർ ക്യൂ മൈനസ് വൺ ആണ്. അപ്പൊ ഇവിടെ മുകളിൽ ഒരു ബി എക്സ്ട്രാ വരും. അതാണ് എ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ ബി പവർ ക്യൂ ക്യാൻസൽ ചെയ്ത് പോകും. എ പവർ പി ഡിവൈഡഡ് ബൈ പി പ്ലസ് ഇവിടെ ബി പവർ ക്യൂ ഡിവൈഡഡ് ബൈ ക്യൂ, വിച്ച് ഈസ് നത്തിങ് ബട്ട് യങ്സ് ഇൻഇക്വാലിറ്റി. ക്ലിയർ ആണോ അത്? ഓക്കെ, Okay, sir. just define one more thing and അത് നമ്മുടെ ഹോൾഡേഴ്സ് ഇൻഇക്വാലിറ്റി പ്രൂവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ പ്രൂഫൊക്കെ വരുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ഇ എന്ന് പറയുന്ന മെഷറബിൾ സെറ്റിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് എഫ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സൈൻ ഫംഗ്ഷൻ മുമ്പും പഠിച്ചിട്ടുള്ളതായിരിക്കും. സൈൻ ഫംഗ്ഷൻ ഓഫ് എഫ്, SGNF എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അത് ഇയിൽ നിന്നുള്ളൊരു ഫംഗ്ഷൻ ആയിട്ടാണ്. എങ്ങനെയാണ് അത് ഡിഫൈൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സൈൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 if f of x greater than or equal to 0, minus 1 if f of x less than 0. Sin f of x, f of x നോൺ നെഗറ്റീവ് ആണെങ്കിൽ sin f of x എന്ന് പറയുന്നത് 1 ഉം, f of x നെഗറ്റീവ് ആണെങ്കിൽ sin f of x എന്ന് പറയുന്നത് -1 ഉം എന്ന് ഡിഫൈൻ ചെയ്യും. അപ്പൊ sin f എന്ന് പറയുന്നത് ഇയിൽ നിന്ന് ആറിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ്. f എന്ന് പറയുന്നത് ഇയിൽ നിന്ന് ആറിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ്. sin f എന്ന് പറയുന്നതും ഇയിൽ നിന്ന് ആറിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ഇങ്ങനെയാണ് അത് ഡിഫൈൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മോഡുലസ് സൈൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എല്ലായ്പ്പോഴും എന്തായിരിക്കും മോഡുലസ് സൈൻ എഫ് ഓഫ് എക്സ്? പറയൂ. 1 ആയിരിക്കും. എക്സാക്ട്ലി, മോഡുലസ് സൈൻ എഫ് എന്ന് പറയുന്നത് അപ്പോ 1 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിരിക്കും ഇയിൽ. മാത്രമല്ല ഈ സൈൻ എഫ് ഫംഗ്ഷനും എഫും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. അതായത് എഫ് ഡോട്ട് സൈൻ എഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നോക്കൂ. എഫ് ഡോട്ട് സൈൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എഫ് ഓഫ് എക്സ്. അപ്പോ സൈൻ എഫ് ഓഫ് എക്സ് ഇങ്ങനെയാണല്ലോ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു 1 if f of x greater than or equal to 0, and it is equal to f of x into -1 if f of x less than 0. നമുക്ക് എന്ത് കിട്ടും? It is f of x if f of x greater than or equal to 0 minus f of x is f of x less than 0. എന്ന് പറഞ്ഞാൽ എന്താണ് അത്? ആക്ച്വലി f of x പോസിറ്റീവ് ആവുമ്പോൾ f of x ഉം നെഗറ്റീവ് ആവുമ്പോൾ മൈനസ് f of x ഉം പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് മോഡുലസ് ഓഫ് f of x. അതായത് മോഡ് f of x എന്ന് കിട്ടും ഫോർ എവരി x ബിലോങ്സ് ടു ഇ. എന്ന് പറഞ്ഞാൽ എഫ് ഡോട്ട് സൈൻ എഫ് എന്ന് പറയുന്നത് മോഡ് എഫ് ആണ്. മോഡ് സൈൻ എഫ് എന്ന് പറയുന്നത് 1 ആണ് എന്നും എഫ് ഡോട്ട് സൈൻ എഫ് എന്ന് പറയുന്നത് മോഡ് എഫ് ആണ് എന്നും നമുക്ക് കാണാനായിട്ട് പറ്റും. അത് നമുക്ക് ഈ ഹോൾഡേഴ്സ് ഇൻഇക്വാലിറ്റി പ്രൂവ് ചെയ്യുമ്പോൾ നമ്മളത് ഉപയോഗിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വയ്ക്കുന്നു എന്നുള്ളത്.
എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടോ? ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം.